കൊളപ്പുള്ളിയിൽ വ്യാപാരികളും CITU തൊഴിലാളികളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. കയറ്റിറക്ക തർക്കത്തെ തുടർന്ന് പ്രദേശത്തെ ഒരു സ്ഥാപനത്തിനു മുന്നിൽ CITU പന്തൽ കെട്ടി സമരം ആരംഭിച്ചതോടെ 21-ന് കടകളടച്ച ധർണാ സമരത്തിൽ ഒരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് അംഗമായ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ കയറ്റിറക്ക തർക്കമാണ് CITU തൊഴിലാളികളെയും വ്യാപാരികളെയും ഇരുചേരികളിലാക്കിയത്. തർക്കം ഹൈക്കോടതിയിലെത്തിയപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരെ വെച്ചും മെഷീനറി ഉപയോഗിച്ചും കയറ്റിറക്ക് നടത്താമെന്ന് കോടതി പ്രസ്താവിച്ചിരുന്നതായി വ്യാപാരി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടതി നിർദ്ദേശം നിലനിൽക്കെ CITU തൊഴിലാളികൾ കയറ്റിറക്ക് തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെയും ഉടമയെയും ഭീഷണിപ്പെടുത്തുകയുമാണ്. കച്ചവടത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ സ്ഥാപനത്തിനു മുന്നിൽ CITU സമരപ്പന്തൽ കെട്ടിക്കഴിഞ്ഞു. വ്യാപാര സമൂഹത്തോടും നീതിന്യായ വ്യവസ്ഥയോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളിയാണിതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് ആരോപിച്ചു. CITU ഭീഷണിക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇതിന്റെ ആദ്യപടിയായി 21-ന് കുളപ്പുള്ളിയിലെ വ്യാപാരികൾ കടകളടച്ച് ധർണാസമരം നടത്തുമെന്നും ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ പറഞ്ഞു. ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 21/3/2025 വെള്ളിയാഴ്ച 9 മണി മുതൽ 1 മണി വരെ ഒരു ധർണയും അത്രയും നേരം കടകളടച്ച് ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താൻ പോവുകയാണ്. തൊഴിൽ തർക്കം ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കുത്തിയിരിപ്പ് സമരമായിട്ട് CITU യൂണിയൻകാർ ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു പെര കെട്ടി ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ലോഡുകൾ ഇറക്കാൻ തടസ്സപ്പെടുത്തിയിട്ടും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകാശ് സ്റ്റീൽ എന്ന സ്ഥാപനത്തിൽ അൺലോഡിങ്ങിനായിട്ട് ഒരു കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു. അപ്പോൾ ഈ കൺവെയർ ബെൽറ്റിൽ ഇറക്കുമ്പോൾ അതിലിറക്കാൻ പാടില്ല, അത് യൂണിയൻകാരനെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ തൊഴിൽ തർക്കം തുടങ്ങിയത്. അപ്പോൾ അത് രൂക്ഷമായിട്ട് ഇപ്പോൾ അത് പണി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സ് മീറ്റും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിലവിലുള്ള കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ടത് കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറയാനുള്ളത്. ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റും കുളപ്പുള്ളി യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ PP ഉമ്മർ, C ജയപ്രകാശ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളൊന്നും ഒരു യൂണിയന് ഞങ്ങളാരും എതിരല്ല. ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിൽ ഇപ്പോൾ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യന്ത്രവൽക്കരണത്തിനൊക്കെ. ഈ യന്ത്രവൽക്കരണത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരുകളുടെ തൊഴിലാളി സംഘടനകൾ തന്നെ ഈ ഒരു രൂപത്തിൽ ഞങ്ങളോട് പെരുമാറുമ്പോൾ ഞങ്ങളോ ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല. മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ തന്നെ പഞ്ചായത്തുകളായാലും ഞങ്ങൾ ഇപ്പോൾ തൊഴിൽ നികുതി ഞങ്ങൾക്ക് കൂട്ടി, അതുപോലെ തന്നെ ബിൽഡിംഗ് ടാക്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ സർക്കാരുകൾ കൂട്ടി, അതുപോലെ ഹരിതകർമ്മസേന, ഇത്തരം സംഭവങ്ങളെ കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരിക്കുന്ന വ്യാപാരികൾക്കിടയിലേക്കാണ് ഈ ഒരു യൂണിയൻ വിഷയം കൂടി ഇവരെടുത്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.